ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ വേൾഡിന് ഞാൻ റൈസ് എന്ന് പേര് കൊടുക്കാൻ പോണ്. റൈസ് ഇതൊക്കെ തന്നെ. സീഡ് ഷാഡോ മൊണാർക്ക്. പിന്നെ അല്ല നല്ല സീഡ് അല്ലെങ്കിൽ അത് കേവിനകത്ത് സ്പോണാൻ വേണ്ടിയിരുന്നാൽ മതിയായിരുന്നു. മൾട്ടിപ്ലയർ ഓഫ്, ചീറ്റ് ഓഫ്. ഇപ്പം നേരെ വേൾഡിൽ കയറിയിട്ടാണ്. ഓക്കെ, നമ്മൾ സ്പോൺ ആയിട്ടുണ്ട്. പ്ലെയിൻസ് ആണെന്ന് തോന്നണം കണ്ടിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഷാഡോ മൊണാർക്ക്, ഞാനാണ് മൈൻക്രാഫ്റ്റിൻ്റെ മൊണാർക്ക്. അപ്പോൾ ഞാൻ ഈ വേൾഡിനോടത്തേക്കിന് വരെ റൈസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ റൈസ് എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ പിന്നെ ഇതിനകത്ത് ഡ്രാഗൺ അങ്ങനെ റഷ് ചെയ്തൊന്നും കളിക്കില്ല, സ്പീഡ് റണ്ണൊക്കെ ഒന്നും ചെയ്തില്ല. ഞാൻ മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ കളിക്കുന്നത്. അതൊന്നും പറയാനല്ലോ, പറയാണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞോളാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് പൊട്ടിക്കാം. ഓക്കെ, ഇവിടെ പട്ടിക്കുട്ടി ഉണ്ട്. ഇതാണ്, ഇങ്ങനത്തെ സ്ഥലമാണ് എനിക്ക് വേണ്ടത്. ഇത് ഫ്ലാറ്റായിട്ടുള്ള പ്ലെയിനാണ് എനിക്ക് വേണ്ടത്. സ്ഥലം കൊള്ളാം. സീഡ് കൊള്ളാം. അപ്പോൾ സീഡ് ചുമ്മാ അടിച്ചു കൊടുത്താൽ പോരാ, ഞാൻ മുകളിലടിച്ച പോലെ തന്നെ അടിക്കണം. അല്ലെങ്കിൽ ജനറേഷൻ നോക്കി എനിക്ക് വയ്യ. അവിടെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കൊന്നും എന്തായാലും പോകണില്ല. അവിടെ ജംഗിളുണ്ട്, ഇവിടെ പ്ലെയിന്, വില്ലേജ് എല്ലാം ഉണ്ടാവും എന്തോ. അതും കൂടി ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. ഷാഡോ മൊണാർക്കിന് വേണ്ടതുപോലെ തന്നെ കിട്ടി. എനിക്ക് ചാടാനായിട്ട് വെള്ളം വരെ ഉണ്ട് അവിടെ. ഇത് ഫുള്ള് കേവാണല്ലോ അതീമേ. അല്ലത് ആദ്യം കണ്ട കേവായത്. ഇത് പിന്നെയും കേവ്. അപ്പോൾ നമ്മൾ നോക്കിയിരുന്നോണ്ടിരുന്ന രാത്രിയാവും. ഉള്ള സോംബീസ് ഇതൊക്കെ വന്നാൽ നെഞ്ചു നോക്കി അടിച്ചു കൊല്ലും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോണേജിലോട്ട് മാറാം. ഇന്ന് തന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഞാൻ വീടൊന്നും ഉണ്ടാക്കാനുള്ള, പറ്റുമെങ്കിൽ ആർമർ കിട്ടിയ അത് കുറച്ച് സ്റ്റോൺ ഞാൻ എന്തായാലും എടുക്കട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ 60 സ്റ്റോൺ ഒപ്പിച്ചു. ഇനി കുറച്ചുകൂടെ സ്റ്റിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് സോഡ്, ആക്സ്, പിക്കാക്സ്, ഷവര്, ഹോയ്. ഓക്കെ, നമ്മളപ്പോൾ സ്റ്റോണേജ് വിജയകരമായി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് അയണൊക്കെ ഒപ്പിക്കണം, കുറച്ച് ഫുഡ് ഒപ്പിക്കണം. എന്തായാലും നമുക്ക് ആദ്യം വൂളും അയണും ഒപ്പിക്കാം, പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് ഫുഡ് ഒപ്പിക്കാം. ഇവിടെ കോളുണ്ട്, അപ്പോൾ കോളിനുള്ളതായി. ഓക്കെ, അതെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി പുറത്ത് രണ്ടൊന്ന് ഷീപ്പിനെ കിട്ടുമോ നോക്കണം. ഒരു നീല പൂവ് ഇരുന്നോട്ടെ, എനിക്ക് നീല ബെഡ് വേണം. ആസ് എ ഷാഡോ മൊണാർക്ക് എനിക്ക് നീല ബെഡ് തന്നെ വേണം. ഓക്കെ, ഷീപ്പൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വൂളൊപ്പിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് ഇതൊക്കെ സെറ്റാക്കാം. ഇനി ഒരു ബെഡ്. ഓക്കെ, നമുക്ക് ആ റെവീനൊന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ മുമ്പ് കുറച്ച് ഫുഡ് ഒപ്പിക്കണം.
സ്കെലിറ്റൻ്റെ ശബ്ദമൊക്കെ എവിടെ നിന്നോ കേൾക്കുന്നു. കണ്ടില്ലേ, ബെഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെറ പറയാൻ സ്പോണാവണം. ഇവിടെ മാറ്റാൻ ബെഡ് ആവശ്യമില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയൊന്നും ഇവിടെ മാറ്റാൻ. അപ്പോൾ ഇത്ര ഫുഡ് തന്നെ മതി നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ആ റിവീലിൻ്റെ ഒക്കെ വാങ്ങാം, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അങ്ങോട്ട് ഇറങ്ങാം. എന്ത് ആ റിവീൻ എന്ത് റിവീൻ ഗെയിമിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയോ? ചേടാ, നമ്മളിപ്പോൾ ഇവിടെ എങ്ങാണ്ട് കണ്ടാലേ ഉള്ളൂ. എന്തായാലും ആദ്യത്തെ നൈറ്റ് അങ്ങനെ വിജയകരമായി നമ്മൾ കിടന്നു പോയിരിക്കുന്നു. ഓ, നല്ല വ്യൂ. അറിയാൻ ഗെയിമിൽ നിന്നേ ഡിലീറ്റ് ആയിപ്പോയി തോന്നുന്നു. അതെന്തിയുടെ ഇവിടെ വേറെ ഒരെണ്ണമുണ്ട്. ഇതാ ഇവിടെ ഉണ്ട്. നമുക്ക് അങ്ങനെ വെറും കൈയോടെ പോകാൻ പറ്റില്ല, നമുക്ക് ഫുഡൊന്ന് സെറ്റ് ചെയ്യണം. മറ്റേ നമുക്ക് അയണും കുറച്ച് കോപ്പറും മതി. നമുക്ക് ആദ്യം തന്നെ ഒരു ഫർണസ് ഉണ്ടാക്കണം. രണ്ടെണ്ണം ഇരുന്നോട്ടെ. അവിടെ ഇച്ചിരി അയണുണ്ട്, നമുക്കെന്നാ ഇപ്പം അതെടുക്കാം. എന്നിട്ട് നമുക്കൊരു ഷീൽഡായിട്ട് പോവാം. കറക്റ്റ് കാരണം അപ്പോൾ ഒരു ഷീൽഡ് അടിപൊളി. ഇതൊന്നും നമുക്കൊരു കുത്തിരി. ഐ ആം ബാക്ക്. ഫുഡൊക്കെ ആവശ്യത്തിനായിട്ടുണ്ട്. ഞാൻ ഹാർഡ് കോർ കളിക്കാമെന്നായിരുന്നു ആദ്യം ഓർത്തെ. ഇതിപ്പോൾ ഹാർഡ് കോർ ആയിരുന്നെങ്കിൽ പൊളിച്ചാൻ. പെട്ടുപോയോ? ഹലോ ബ്രോ. ഇത് മറ്റേ സ്ഥലമല്ലേ? അതെ. എന്നാൽ അത്രയും നന്നായി. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും എടുക്കാം. ഡെക്കറേഷൻ ബ്ലോക്കാണ്, അതപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കാം. അതിൻ്റെ പേരും എനിക്ക് ഇറങ്ങിക്കൂടാ. ഓക്കെ, അയണൊക്കെ കിട്ടുന്നുണ്ട്. കോപ്പർ കൊടുക്കാം. നമുക്ക് ആർമർ സെറ്റ് ചെയ്യാൻ കോപ്പർ ആയിരിക്കും നല്ലത്. അതിന് നമുക്ക് ഇപ്പം തന്നെ കിട്ടിയെന്ന് വരില്ല.
അപ്പോൾ ഞാൻ ഈ റവീൻ ഫുള്ളൊക്കെ ഒന്ന് തപ്പി എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ പറയാം. അപ്പോൾ ചെറിയൊരു എക്സ്പി ഫാം ഇവിടെ സെറ്റായി. ഓക്കെ, അവിടെ തപ്പിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ കുറച്ചായി. നമുക്ക് വേറൊരു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും കൂടെയും കയറിയിട്ട് വരാം. ഇവിടെ എന്തോരം ഉണ്ട്. ഭയങ്കര വലിയതായിപ്പോയി. ഇത്രയും വലിയതിലോട്ട് നമുക്കിപ്പോൾ കയറണ്ട. അപ്പോൾ ഒരു ഗെയിമും കൂടി തപ്പട്ടെ. ഓക്കെ, ഒന്നുമില്ല ഇങ്ങോട്ട്. ചേടാ, കുറേ കേവ് ഉണ്ടായിരുന്നു, പക്ഷെ കേവിലൊക്കെ ഒന്നുമില്ല. ആകെ റിവ്യൂവിൽ മാത്രം കുറച്ച് അയൺ ഉണ്ടായിരുന്നു. അത് 23 ഒരു 28 കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ആർമർ സെറ്റ് ചെയ്യാം, പിക്കാക്സ് സെറ്റ് ചെയ്യാം, ഒരു ഷീൽഡും സെറ്റ് ചെയ്യാം. അങ്ങോട്ട് കുറച്ചുകൂടെ ഞാൻ പ്ലെയിൻസ് തന്നെ കാണുന്നുണ്ട്. ഇത് കേവ് വലിയതാണോ? ഇവിടെ ഇച്ചിരി അയണുണ്ട്. ഇച്ചിരി അല്ല, വരണുള്ളൂ. ഇത് വല്ലതും ഉണ്ടോ? ഇതുണ്ടെന്ന് തോന്നുന്നു. മാക്കുകളൊക്കെ ഉണ്ട്, മിണ്ടായിരുന്നു അതേ. ഓക്കെ, ആരിത്? രണ്ട് റെൻഡർമാനൊക്കെ. ഇവിടേക്കൊന്നും ആരുമില്ല. അപ്പോൾ വേറൊരു നല്ല കേവ് കണ്ടുപിടിച്ചിട്ടാണ്. ഈ കേവ് ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. എവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവങ്ങളൊക്കെ എന്തിയടാ? ഇവിടെ അയണും ഉണ്ട്. അങ്ങനെ അവസാനം ഒരു കിട്ടി. അങ്ങോട്ടേക്ക് ഉണ്ട്, പക്ഷെ എനിക്കിപ്പോൾ പോകാൻ മടിയാ. ആദ്യം ഇവിടെ ഒന്ന് ലൈറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇങ്ങോട്ടേക്ക് കാലി തന്നെ. ഒന്നുമില്ലല്ലോ. ഓക്കെ,
ഇവിടെ ഇത്ര തന്നെ, നമുക്കന്ന് അങ്ങോട്ടേക്ക് എന്തായാലും പോയേക്കാം. ഭയങ്കര വലിയ സ്ഥലമായിരുന്നല്ലോ, ശരിക്കും വലിയ സ്ഥലമാണ്. ഓ മൈ ഗാഡ്, ഇച്ചിരി പ്രിപ്പയർ ആയിട്ട് വരായിരുന്നു. ഇങ്ങനെയൊക്കെ സ്ഥലം സ്പോണായി. അയ്യോ, പണി കിട്ടി. അതെങ്ങനെയാണ് അവന് കിട്ടിയത്? എവിടെ വന്ന് സ്പോണായത്? ഞാൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇതാ ഞാൻ എന്താ വരുന്നു. കുറച്ച് വാട്ടർമെലൺ എടുത്തേക്കാം. ഇവിടെ കണ്ടല്ലേ. ഇങ്ങോട്ടേക്കല്ല, നൈസായ പണി കിട്ടൂല. ഇത് തന്നെ. എന്നെ കൊന്നാവാ അവനെ. അവന്മാർക്ക് ഇത്ര റീച്ച് ആവുമോ? എനിക്കത്ര റീച്ച് ആവുന്നോന്നല്ലോ. റീച്ച് ആവണം. ഓ, ആരും ഡിസ്പോൺ ആയില്ല അല്ലേ? അപ്പം 2 ബ്ലോക്കിൽ അവന്മാർക്ക് റീച്ച് ആവും. 3 ബ്ലോക്ക് ഏറ്റവും സേഫ്. അങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ. അയാം ബാക്ക്. പിന്നെയും ഇതേമേ അവന്മാർ ഡിസ്പോണായി പോയിട്ടുണ്ടാകണേ. ഇനി എന്നാ ഇവിടെ തന്നെ. ഓക്കെ, സേഫ്. അപ്പോൾ ഇവിടെ ഒന്ന് ഞാൻ റൈഡ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ റൈഡ് ചെയ്യാനുള്ള ഞാൻ തിരിച്ചു പോകണം. ഒരു ഹാർട്ടിൽ ഞാൻ തിരിച്ചെത്തി. ഓക്കെ, സേഫായിട്ട് തിരിച്ചെത്തി. ഐ ആം ബാക്ക്. അപ്പോൾ നമുക്ക് അയൺ ആർമർ ആവാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു വീടും പൊക്കണം. നമുക്ക് സ്പോണിൻ്റെ അടുത്തോട്ട് തന്നെ വീട് പൊക്കി കെട്ടണം. അടുത്ത് തന്നെ ഫോറസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വുഡിനൊന്നും ഞാൻ കഷ്ടപ്പെടില്ല. പിന്നെ കുറച്ച് സ്ലൈമും കിട്ടി. അത്രയും കേവിയിൽ നിന്ന് കണ്ടുപിടിച്ച അയണേക്കാളും കൂടുതൽ ഞാൻ ഈ ഒറ്റ റെവീനിൽ നിന്ന് കണ്ടുപിടിച്ചു. 19 എണ്ണം.
മാക്സിമം ചാവാണ്ട് സൂക്ഷിച്ച് കളിക്കണം. കോപ്പർ വെച്ച് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. നമുക്കെന്തായാലും കോപ്പർ ടൂൾസിലോട്ട് മാറിയേക്കാം. ഓക്കെ, ഇപ്പോഴുള്ള ടൂൾസ് കൊണ്ടുപോയി കളഞ്ഞേക്കാം. ഞാൻ ചെയ്യണ തെറ്റാന്ന് എനിക്കറിയാം, ബട്ട് എനിക്കിപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സോഡ്, ആക്സ്, പിക്കാക്സ്, ഷവല്, ഓയിൽ. ഫീൽഡ്, ഓക്കെ. നമ്മളങ്ങനെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അയൺ ആർമറായി. ഒരു സോഡും അയൺ തന്നെ ഇരുന്നോട്ടെ. എൻ്റെ എതിരാളികളെ എനിക്ക് വെട്ടിയിടണം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്ര തന്നെ. നമ്മൾ അയൺ ആർമറിലോട്ട് മാറി. അപ്പോൾ നല്ല പ്രോഗ്രസ് തന്നെ. 2-3 വട്ടം ചത്തു, അത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.